പേന പോലും തൊടാതെ ഒരു ഫോർമുലയുടെയും സഹായം കൂടാതെ മത്സര പരീക്ഷകളിൽ ചോദിക്കാറുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ഭാഗത്തു നിന്നുള്ള കണക്കുകൾ ഞൊടിയിടയിൽ ചെയ്താലോ? യെസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ഭാഗമാണ്. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ഭാഗത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. അത് പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് കണക്കിലേക്ക് കിടക്കാം. അപ്പോൾ ആഞ്ജനേയ ടെക് അക്കാഡമിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ നെയിം ഈസ് വിഷ്ണു ജിരഞ്ജൻ. രണ്ടോ അതിലധികമോ നമ്പർ തന്നിട്ട് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേഷ്യോ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 15, 30, 45, ഈ മൂന്ന് നമ്പറിന്റെയും ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേഷ്യോ എന്ത് എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഈ മൂന്ന് നമ്പറിൽ നിന്നും കോമൺ ആയിട്ട് ഭാഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ അഥവാ ഹയസ്റ്റ് കോമൺ ഫാക്ടർ, അതാണ് ഈ മൂന്ന് നമ്പറിൽ നിന്നും കോമൺ ആയിട്ട് ഭാഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ. അത് നീക്കം ചെയ്താൽ കിട്ടുന്നത് എന്തോ അതാണ് ഈ നമ്പേഴ്സിന്റെ റേഷ്യോ. അല്ല എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് നമ്പേഴ്സിനെയും ഒറ്റ വെട്ടിന് എങ്ങനെ ചെറുതാക്കാം, അഥവാ ഏത് നമ്പർ കൊണ്ട് ചെറുതാക്കാം എന്ന് നോക്കാം. അല്ലെ, 15, 30, 45. അപ്പൊ ഇത് മൂന്നും ഭാഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ ഏതാ? 15 ആയിരിക്കും. 15 കൊണ്ട് ചുരുക്കിയാൽ ഇവിടെ 1 അല്ലേ. ഇവിടെ 30 ആണെങ്കിലോ 15 × 2 ആണ് 30, എങ്കിൽ 45 ആണെന്നുണ്ടെങ്കിൽ 3. യെസ്, 15 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് 1:2:3 എന്ന അംശബന്ധമായിരിക്കും. അപ്പൊ 15, 30, 45 എന്നീ സംഖ്യകളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ അത് 1:2:3. ഈ മൂന്ന് നമ്പറിനെയും വെട്ടാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാ? 15. അപ്പൊ ഇതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? റേഷ്യോ വളരെ സിമ്പിൾ ആണ്. ഇനി ഒരു എക്സാമ്പിളും കൂടെ. 30, 50, 70. ഈ നമ്പേഴ്സിന്റെ റേഷ്യോ ചോദിച്ചാൽ ഇതിനെ മൂന്നിനെയും കോമൺ ആയിട്ട് ഭാഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നമ്പർ ഏതായിരിക്കും? 10 ആയിരിക്കും അല്ലേ. 10 കൊണ്ട് വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 30ന് 3, 50 ആണെന്നുണ്ടെങ്കിൽ 5, 70 ആണെന്നുണ്ടെങ്കിൽ 7. ഇനി ചുരുക്കാൻ പറ്റില്ലല്ലേ, 3:5:7 എന്നാണ്. ഇതിനെ മൂന്നിനെയും ഒരുമിച്ച് ചുരുക്കാൻ ഇനി പറ്റത്തില്ല. അപ്പോ ഇതിന്റെ HCF 10 ആണ്. HCF-നെ കുറിച്ച് മറ്റൊരു ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ HCF കണ്ടെത്താനുള്ള എളുപ്പമാർഗങ്ങളും നോക്കാം. ഇപ്പൊ നമ്മുടെ ടോപ്പിക് റേഷ്യോ ആയതുകൊണ്ട് തന്നെ ഇത്രയും മനസ്സിലാക്കുക. രണ്ടോ അതിലധികമോ സംഖ്യ തന്നിട്ട് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റേഷ്യോ ചോദിച്ചാൽ അതിൽ നിന്നും ഈ HCF എടുത്ത് മാറ്റിയാൽ കിട്ടുന്ന സംഖ്യകൾ ഏതോ അതായിരിക്കും റേഷ്യോ. ഇനി മത്സര പരീക്ഷയിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ 3, 4, 7. ഓക്കെ, ഇനി ഇതിന്റെ HCF കൊടുത്തിട്ടുണ്ടാവും. HCF 15 ആണ് എന്ന് കൊടുത്തോ. 3 നമ്പർ തന്നു, 3:4:7. എന്നിട്ട് അതിന്റെ HCF 15 എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്പർ കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ നമ്പേഴ്സിൽ നിന്നുള്ള അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എടുത്ത് മാറ്റിയതിനു ശേഷം കിട്ടുന്നതാണ് 3:4:7. എങ്കിൽ ആ നമ്പർ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. 3 × 15 എത്രയായിരിക്കും? 45 അല്ലേ. എങ്കിൽ 4 × 15 60. എങ്കിൽ 7 × 15 എത്രയായിരിക്കും? 105. അപ്പൊ അതാണ് അതിന്റെ ഒറിജിനൽ നമ്പർ. ഈ നമ്പറിൽ നിന്നും ഇതിനെ മൂന്നിനെയും കോമൺ ആയിട്ട് ഭാഗിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ എടുത്ത് മാറ്റിയപ്പോൾ കിട്ടുന്നതാണ് 3:4:7. ഏറ്റവും വലിയ സംഖ്യ ഏതായിരിക്കും? 15. എങ്കിൽ ആ റേഷ്യോ തന്നിട്ട് അതിന്റെ HCF തന്ന് തിരിച്ച് നമ്പർ ചോദിച്ചു കഴിഞ്ഞാൽ ആ റേഷ്യോയിൽ HCF മൾട്ടിപ്പിൾ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു? ഓക്കെ അല്ലേ? എങ്കിൽ നമുക്ക് കണക്കിലേക്ക് പോകാം. The ratio of boys and girls in a school is 4:3. ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത് ഒരു സ്കൂളിലെ ബോയുടെയും ഗേളിന്റെയും റേഷ്യോ 4:3 എന്നാണ്. ഇനി അടുത്ത് പറയുന്നത് എന്താ? If 15 boys leave and 15 girls join the school. ആ ബോയ്സിന്റെ എണ്ണത്തിൽ നിന്നും 15 ആൺകുട്ടികൾ കുറഞ്ഞിട്ട് അതിന് പകരമായിട്ട് 15 പെൺകുട്ടികൾ വന്നു ചേരുമ്പോ പുതിയ റേഷ്യോ, the ratio become 1:1. ഓക്കെ, തുല്യം. 1:1 എന്ന് പറഞ്ഞാൽ സമാസമം, തുല്യമായി മാറും എന്നാണ്. എങ്കിൽ ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ ദ സ്കൂൾ ഈസ്, എങ്കിൽ ആ സ്കൂളിലെ ബോയ്സിന്റെ നമ്പർ ആണ് ചോദിക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ആദ്യം ബോയ്സിന്റെയും ഗേൾസിന്റെയും ആ സ്കൂളിലെ റേഷ്യോ ആണ് 4:3. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ സംഖ്യയല്ല.
രണ്ടോ അതിലധികമോ സംഖ്യകൾ തന്നിട്ട് അതിൽ നിന്നും കോമൺ ആയിട്ട് പൊതുവെ ഭാഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നമ്പർ, അതാണ് HCF, അതെടുത്ത് മാറ്റിയാൽ കിട്ടുന്നതായിരിക്കും അതിന്റെ ബേസിക് ആയിട്ടുള്ള റേഷ്യോ. അപ്പൊ ഇവിടെ റേഷ്യോ 4:3 ആണ്. ഇനി പറയുന്നത് എന്താണ്? 15 ആൺകുട്ടികൾ അവിടെ അതിൽ നിന്നും വിട്ടുപോയിട്ട് അതിന് പകരമായിട്ട് 15 പെൺകുട്ടികൾ വന്നു ചേർന്നാൽ, അല്ലെ, 15 ആൺകുട്ടികൾ പോയതിന് പകരം അതിന് തുല്യമായിട്ട് 15 പെൺകുട്ടികൾ വന്നു ചേർന്നു. അപ്പൊ ടോട്ടല് അവരുടെ എണ്ണത്തിൽ മാറ്റം വരുത്തില്ല. അപ്പോ റേഷ്യോ 1:1 ആയി മാറും, അഥവാ സമാസമമായി മാറും എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എങ്കിൽ അതിൽ നിന്നും നമുക്ക് ആൺകുട്ടികളുടെ എണ്ണം കണ്ടെത്താം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ആദ്യം ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? ബോയ്സ് ഗേൾസ്, അല്ലേ? സ്വാഭാവികമായിട്ടും ബോയ്സ് ഫസ്റ്റ് പറയുന്നതിൽ എണ്ണത്തിൽ കൂടുതലായിരിക്കും. കാരണം ബോയ്സിന്റെ എണ്ണത്തിൽ നിന്നും 15 കുറയുകയും വേണം, തിരിച്ചതുപോലെ ഗേൾസിന്റെ എണ്ണത്തിൽ നിന്നും 15 കൂടുകയും വേണം, അല്ലേ? ഗേൾസിന്റെ എണ്ണത്തിൽ നിന്നും 15 കൂടുകയും വേണം, ബോയ്സിന്റെ എണ്ണത്തിൽ നിന്നും 15 കുറയുകയും ചെയ്യുമ്പോഴാണ് റേഷ്യോ 1:1 ആയി മാറുന്നത്. അതായത് ആദ്യം ബോയ് വന്നിട്ട് 15 കൂടുതലായിരിക്കും, അല്ലേ? എന്നിട്ട് 15 ബോയ്സ് കുറഞ്ഞ് തിരിച്ച് ഗേള് വന്നിട്ട് അതേപോലെ 15 കൂടിയാൽ മാത്രമേ സമാസമമാവൂ. അപ്പൊ ബോയും ഗേളും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 30 ആയിരിക്കും, അല്ലേ? 30 കുട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റ് ടോട്ടൽ നടക്കുമ്പോഴായിരിക്കും സമാസമമാവുന്നത്. അതായത് ബോയും ഗേളും തമ്മിലുള്ള യഥാർത്ഥ നമ്പറിന്റെ വ്യത്യാസം 30 ആണ് എന്നല്ലേ? ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്? റേഷ്യോ പ്രകാരം 4:3, 4 ബോയ് ആണെന്നുണ്ടെങ്കിൽ 3 ഗേളാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇവിടെ റേഷ്യോ പ്രകാരമുള്ള വ്യത്യാസം എങ്കിൽ 1 ആയിരുന്നു. അതിനർത്ഥം ഈ 1 30 ആണ് എന്നല്ലേ? 1 30 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 4 എത്രയായിരിക്കും? 30 × 4 120 ആയിരിക്കത്തില്ലേ? അപ്പൊ 120 ആയിരിക്കും ബോയ്സിന്റെ എണ്ണം. ഈ 1 30 ആണ് എന്നുണ്ടെങ്കിൽ ഈ 3 എത്രയായിരിക്കും? 30 × 3 90 ആയിരിക്കത്തില്ലേ? അപ്പോ 120:90 എന്ന റേഷ്യോയിലായിരിക്കും ആദ്യം ബോയ്സ് ഈസ് ടു ഗേള് ആ സ്കൂളിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്? 15 ബോയ്സ് ഇതിൽ നിന്നും വിട്ടുപോയി. 120 നിന്നും 15 വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ 105 ആയി മാറും, അല്ലേ? എന്നിട്ട് 15 ഗേൾസ് വന്നു ചേർന്നു. ഗേള് 90 ആണെന്നുണ്ടെങ്കിൽ 15 വന്നു ചേരുമ്പോഴത്തേക്കും 90 + 15 105. അപ്പൊ 1:1 ആയി മാറും എന്നാണ്. ഇതാ നോക്കൂ, 105:105 സമാസമം. ഇതൊന്നും കോമൺ ആയിട്ടുള്ള 105 വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ 1:1 ആയി മാറും, അല്ലേ? ഓക്കെ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ വഴിയിൽ നിന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, ആദ്യം ആ സ്കൂളിൽ ആദ്യം ഉണ്ടായിരുന്ന ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ. അത് 4:3 എന്ന അനുപാതത്തിലാണ്. എന്നിട്ട് അതിൽ നിന്നും 15 ബോയ്സ് പോയിട്ട് തിരിച്ച് പകരമായിട്ട് 15 പെൺകുട്ടികള് വരുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും? ഇല്ലല്ലേ? കാരണം 15 ബോയ്സ് പോവാണെന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള 15 പെൺകുട്ടികൾ ഇവിടെ ആഡാവുകയാണ്. അങ്ങനെ ആഡാവുമ്പോഴത്തേക്കും അവര് സമാസമമായി എന്നാണ് പറയുന്നത്. 1:1 എന്ന റേഷ്യോയിലായി മാറി എന്ന്. അപ്പോ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണം തന്നെ ആയിരിക്കില്ലേ, ടോട്ടൽ നമ്പർ തന്നെ ആയിരിക്കില്ലേ ഇവിടെയും വരുന്നത്? കാരണം പോയതിന് തുല്യമായിട്ടുള്ള കുട്ടികൾ വന്നു. ഇവിടെ റേഷ്യോയിൽ എന്താ പറയുന്നത്? 4:3 എന്ന റേഷ്യോയിലാണെന്നാണ്. അപ്പൊ ഇതിന്റെ സം എത്രയാ? 4 + 3 7 എന്നാണ് ബോയ്സിന്റെയും ഗേൾസിന്റെയും തുടക്കത്തിലുള്ള റേഷ്യോയുടെ സമ്മ്. എങ്കിൽ ഈ 1:1 എന്ന റേഷ്യോയിലോട്ട് മാറുമ്പോഴും ഇവിടെയും സമ്മ് 7 ആയി മാറണ്ടേ? കാരണം ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിൽ ഇവിടെയും മാറ്റം വരുന്നില്ല. അതിനർത്ഥം ഇവിടെ ഒറിജിനൽ റേഷ്യോ അല്ല തന്നിട്ടുള്ളത്, തുല്യമാണ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 1:1. അപ്പൊ ഇത് 7 ആയി മാറണം എന്നുണ്ട്, അപ്പോഴേ കറക്റ്റ് റേഷ്യോ ആയി മാറത്തുള്ളൂ. 7 ആയി മാറണം എന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയായി മാറണം? 3.5:3.5 എന്ന് വന്നിരുന്നാലേ 7 ആയി മാറും. കാരണം 1:1 ആണ്. അഥവാ ഈ 2 7 ആയി മാറണം എന്നുണ്ടെങ്കിൽ 7/2 കൊടുത്താൽ മതി, 3.5. അപ്പൊ ഓരോന്നിലും 3.5 3.5 ആയി മാറും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒറിജിനൽ റേഷ്യോയിലേക്ക് എത്തി. അപ്പൊ ബോയ്സിന്റെയും ഗേൾസിന്റെ ആദ്യത്തെ റേഷ്യോ എത്രയാണ്? 4:3. 15 ബോയ്സ് കുറഞ്ഞപ്പോഴത്തെ അടുത്ത് 15 ഗേൾസ് എക്സ്ട്രാ ആഡ് ആയപ്പോഴത്തേക്കും നമ്മൾ ഒറിജിനൽ റേഷ്യോയിലേക്ക് എത്തി. 3.5:3.5 അല്ലേ? നോക്കൂ, 4 ബോയ്സ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 15 കുറഞ്ഞപ്പോഴത്തേക്കും ബോയ്സിന്റെ റേഷ്യോ 0.5 കുറഞ്ഞു എന്നാണ്. എങ്കില് 3 റേഷ്യോയില് 3 ഗേൾസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും 15 ഒറിജിനൽ നമ്പറിൽ 15 കൂടിയപ്പോഴത്തേക്കും ആ റേഷ്യോ
0.5 3.5 ആയി 0.5 കൂടി. അപ്പൊ ബോയ്സിന് 15 നഷ്ടപ്പെട്ടപ്പോ 0.5 കുറഞ്ഞു, ഗേളിന് 15 എക്സ്ട്രാ വന്നപ്പോഴത്തേക്കും 0.5 കൂടി. അതിനർത്ഥം 0.5 15 ആണ് എന്നല്ലേ. 0.5 15 ആണ് എന്നുണ്ടെങ്കിൽ 1 എത്രയായിരിക്കും? 2 0.5 ചേരുന്നതാണ് 1. അപ്പൊ 0.5 15 ആണെന്നുണ്ടെങ്കിൽ 1 അപ്പോ 30 ആയിരിക്കും. 15 പ്ലസ് 15 30. ഓക്കെ, ഇതിൽ 1 30 ആണ് എന്നുണ്ടെങ്കിൽ ഈ 4 എത്രയായിരിക്കും? 4 into 30 120 ആയിരിക്കും അല്ലേ. എങ്കിൽ ഈ 3 എത്രയായിരിക്കും? 3 into 30 90. ഓക്കെ, ബോയ്സിന്റെയും ഗേൾസിന്റെയും ടോട്ടൽ നമ്പർ. പിന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ റീചെക്ക് ചെയ്യാം. ബോയ്സ് 120 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 15 കുറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? 105 അല്ലേ. എങ്കില് ഗേൾസ് 90 ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 15 കൂടുമ്പോഴത്തേക്കും 105. ഇപ്പോഴും ടോട്ടൽ എണ്ണത്തിൽ മാറ്റമില്ല. 120 പ്ലസ് 90 210. അതേ ടോട്ടൽ സമ്മായിരിക്കും 105 പ്ലസ് 105 210 ആകുമ്പോഴും അല്ലേ. അപ്പൊ ഈ ഒരു രീതിയിലും ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. The ratio of boys and girls in a school is 9:5. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം പറയുന്നത് എന്താണ്? ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒരു സ്കൂളിലെ ആദ്യത്തെ റേഷ്യോ 9:5 എന്നാണ്. If 12 boys leave and 12 girls join the school, the ratio becomes 4:3. അടുത്ത പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ബോയ്സ് സ്കൂളിൽ നിന്നും പോയിട്ട് അതിന് പകരമായിട്ട് 12 പെൺകുട്ടികൾ വന്നു ചേരുമ്പോൾ പുതിയ റേഷ്യോ 4:3 മാറും എന്നാണ് അടുത്ത് പറയുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് ബോയ്സ് ഇൻ സ്കൂൾ. എങ്കിൽ സ്കൂളിലെ ബോയ്സിന്റെ എണ്ണം എത്രയെന്നുള്ളതാണ് ചോദ്യം. ഇതാ നോക്കൂ, ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ 9:5 എന്നാണ്. അതിൽ നിന്നും 12 ബോയ്സ് പോയി. ഓക്കെ, അതിന് പകരമായിട്ട് തിരിച്ചു വരുന്നത് 12 ഗേൾസ് ആണ്. അപ്പൊ നമ്പറിൽ മാറ്റം വരുന്നില്ല. ആദ്യം ബോയ്സിന്റെയും ഗേൾസിന്റെയും ടോട്ടൽ എണ്ണം എത്ര തന്നെ ഉണ്ടായിരുന്നോ അത് തന്നെ ആയിരിക്കും തിരിച്ച് 4:3 മാറുമ്പോഴും അല്ലേ. കാരണം 12 ആൺകുട്ടികൾ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിന് തത്തുല്യമായിട്ട് 12 പെൺകുട്ടികൾ വന്ന് ചേരുന്നും ഉണ്ട്. അപ്പോ ഈ റേഷ്യോയുടെ സമ്മും സെയിം ആയിരിക്കണ്ടേ. 9:5 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 9 + 5 എത്രയാണ്? 9 + 5 14 ആണ്. എങ്കിൽ അതേ എണ്ണം തന്നെ ഇവിടെ താഴെയും വരണ്ടേ. പക്ഷെ ഇവിടെ 4:3 ആണ്. അപ്പൊ ഇതിന്റെ സമ്മ് 7 ആണ്. അപ്പൊ ഇത് 14 ആയി മാറണ്ടേ. എങ്കിലല്ലേ തുല്യമായി മുകളിലും താഴെയും. എങ്കിൽ 14 ആയിട്ട് മാറാൻ 7 14 ആയിട്ട് മാറാൻ × 2 കൊടുക്കണം അല്ലേ. × 2 കൊടുക്കണം, എങ്കിലേ 14 ആവും. അതുപോലെ ഈ 4:3യും ഹോളായിട്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. 4 × 2 8 3 × 2 6 8:6 എന്ന റേഷ്യോയിലേക്ക് മാറ്റി. ഇതാണ് ഇതിന്റെ ഒറിജിനൽ റേഷ്യോ. ഇപ്പൊ നോക്കൂ, 8 + 6 14 എന്ന് വരും. 9 + 5 14. ഓക്കെ, അപ്പൊ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒറിജിനൽ റേഷ്യോ നമ്മൾ മാറ്റി. ഓക്കെ, ഫസ്റ്റ് 9:5 എന്ന അനുപാതത്തിലായിരുന്നു. 12 ബോയ്സ് പോയിട്ട് അടുത്ത 12 ഗേൾ ആഡ് ആയപ്പോഴത്തേക്കും 8:6 എന്ന അനുപാതത്തിലേക്ക് മാറി. ഓക്കെ, നോക്കൂ, ഇവിടെ റേഷ്യോ പ്രകാരം ബോയ്സ് വന്നിട്ട് 9 ആയിരുന്നു. 12 ബോയ് പോയപ്പോഴത്തേക്കും വന്നിട്ട് അത് 8 ആയി മാറി അല്ലേ. ഇവിടെ വരുന്ന റേഷ്യോയിലുള്ള വ്യത്യാസം 1 ഒറിജിനൽ നമ്പറിൽ 12 ആണ്. ഇനി ഗേളിലാണെന്നുണ്ടെങ്കിലോ 5 6 മാറി. എപ്പോ? 12 ഗേള് ആഡ് ആയപ്പോഴത്തേക്കും 1 കൂടി 12 വന്നപ്പോ. അതിനർത്ഥം 12 1 ആണ് എന്നല്ലേ റേഷ്യോയില്. 12 1 ആണ് എന്നുണ്ടെങ്കിൽ ഈ 9 എത്രയായിരിക്കും? 12 × 9 108 ആയിരിക്കില്ലേ. ഓക്കെ, എങ്കിൽ ഈ 5 എത്രയായിരിക്കും? 12 × 5 60 ആയിരിക്കില്ലേ. അപ്പൊ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒറിജിനൽ റേഷ്യോ 108:60 എന്നായിരിക്കും ഒറിജിനൽ നമ്പർ. വേണമെങ്കിൽ നമുക്കൊന്നും കൂടെ റീചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 108 ബോയും 60 ഗേളാണെന്ന് എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നും 12 കുറയുമ്പോഴത്തേക്ക് എത്രയായിരിക്കും? 96 ആയി മാറും അല്ലേ. എങ്കില് ഗേള് 12 കൂടുമ്പോഴത്തേക്കും 60 72 ആയി മാറും. ഓക്കെ, അപ്പോഴും നോക്കി ഇപ്പോഴും ടോട്ടൽ നമ്പറിൽ മാറ്റം വരത്തില്ല. ഇവിടെ 108 ബോയും 60 ഗേളും ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 168 ആയിരിക്കും. ഇവിടെ മാറ്റം വന്നപ്പോഴത്തേക്കും 96 ബോയും 72 ഗേളും ആണ്. 96 72 അപ്പോഴും 168 തന്നെയാണ്. അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബോയുടെയും ഗേളുടെയും എണ്ണം 108:60 ആണ്. അതിൽ ബോയ്സ് എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്? 108 ബോയ്സ് ആണ് സ്കൂളിൽ ആദ്യം ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ, മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ അടുത്ത കണക്കിലേക്ക് പോകാം. ഒരു സ്കൂളിലെ
ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അംശബന്ധം 3:5 എന്ന റേഷ്യോയിലാണ്. ക്വസ്റ്റ്യനിൽ അടുത്ത് പറയുന്നത് 15 ആൺകുട്ടികൾ ആ സ്കൂളിലേക്ക് പുതുതായി വരികയും അതിന് പകരമായി 25 പെൺകുട്ടികൾ അവിടെ നിന്ന് പോവുകയും ചെയ്തിരുന്നു എന്നുണ്ട് എങ്കിൽ പുതിയ അംശബന്ധം 1:1, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും തുല്യമായി മാറുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. എങ്കിൽ ആ സ്കൂളിൽ ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഇതാ നോക്കൂ, ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം വെച്ചിട്ട് എത്ര കുട്ടികളാണോ ആൺകുട്ടികളാണോ പോകുന്നത് അതിന് തുല്യമായിട്ടുള്ള പെൺകുട്ടികൾ വന്നു ചേരുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. 15 ആൺകുട്ടികൾ വരികയും അതിനു പകരം 25 പെൺകുട്ടികൾ പോവുകയും ചെയ്തു. അപ്പോഴാണ് തുല്യമായി മാറുന്നത്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുമ്പോഴും അങ്ങനെയാണ്, റേഷ്യോ തുല്യമായി മാറുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അങ്ങനെയല്ല. ഓക്കെ, എങ്കിൽ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ആദ്യത്തെ മോഡലിൽ പറഞ്ഞ രീതിയിൽ ചെയ്യുകയായിരിക്കും ഇവിടെ എളുപ്പമല്ലേ. ദാ ഗേൾസ് ബോയ്സ്. ഓക്കെ, ഗേൾസ് 25 കുട്ടികൾ സ്കൂൾ വിട്ട് പോയി എന്നാണ് പറയുന്നത്. എങ്കിൽ ബോയ്സ് 15 കുട്ടികൾ വന്നു ചേരുകയും ചെയ്തപ്പോഴാണ് റേഷ്യോ 1:1 ആവുന്നത് അല്ലേ. നോക്കൂ, അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ആദ്യം ഗേൾസിന്റെ എണ്ണം വന്നിട്ട് 25 കൂടുതൽ നിന്നു എന്നല്ലേ. എന്നിട്ട് ആ 25 കുറയുകയും അതിന് പകരമായിട്ട് ബോയ്സ് 15 കൂടുകയും ചെയ്തപ്പോഴാണ് തുല്യമായത്. അതായത് ആദ്യം ബോയ്സ് 15 കുറവും ആയിരുന്നു. അപ്പൊ 25 പെൺകുട്ടികൾ കുറയുകയും എങ്കിൽ 15 ബോയ്സ് കൂടുകയും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കുട്ടികളുടെ എണ്ണത്തിൽ 25 + 15 40 കുട്ടികളുടെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അവിടെ നടക്കുന്നത്. അതിനർത്ഥം ബോയ്സിന്റെയും ഗേൾസിന്റെയും വ്യത്യാസം 40 ആണ് എന്നല്ലേ. റേഷ്യോ പ്രകാരമുള്ള വ്യത്യാസം നോക്കൂ, ബോയ്സും ഗേൾസും തമ്മിൽ 3:5 എന്നാണ്. റേഷ്യോ പ്രകാരം 2, എന്നാൽ ഒറിജിനൽ നമ്പറിൽ 40 വ്യത്യാസം. അതിനർത്ഥം 40:2 എന്നല്ലേ. 40:2 ആണ് എന്നുണ്ടെങ്കിൽ 1 എത്രയായിരിക്കും? 40/2, 20 അല്ലേ. 1 20 ആണ് എന്നുണ്ടെങ്കിൽ ഈ 3യോ 20 × 3 60. ഓക്കെ, 1 20 ആണ് എന്നുണ്ടെങ്കിൽ ഈ 5ഓ 20 × 5 100. നോക്കൂ, അപ്പോ ബോയ്സിന്റെയും ഗേൾസിന്റെയും ഒറിജിനൽ നമ്പർ കിട്ടി. 60:100 എന്നാണ്. നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. ഇതിൽ നിന്നും 15 ആൺകുട്ടികൾ വന്നു ചേരുമ്പോൾ 60 + 15 75 ആകുമല്ലേ. എങ്കിൽ 25 പെൺകുട്ടികൾ നഷ്ടമാവുമ്പോൾ 100ൽ നിന്നും 25 പോയാൽ 75. 75:75. 75 മാറ്റി കഴിഞ്ഞാൽ കോമൺ ആയിട്ട് 1:1 എന്നുള്ള റേഷ്യോയിൽ കിട്ടും. അപ്പോ ഈ ഒരു മെത്തേഡിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആൺകുട്ടികൾ പോയിട്ട് പകരം 15 പെൺകുട്ടികൾ വരുമ്പോൾ അവിടെ റേഷ്യോ 1:1 എന്ന രീതിയിലാകും. റേഷ്യോ 1:1 എന്ന രീതിയിലാകുമ്പോഴത്തേക്കുമാണ് നമുക്ക് ഈ മോഡൽ ചെയ്യേണ്ടത്. എന്നാൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെയല്ല. 12 കുട്ടികൾ പോയിട്ട് തിരിച്ച് 12 കുട്ടികൾ വരുമ്പോഴത്തേക്കും അവിടെ റേഷ്യോ സെയിം ആവുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ മെത്തേഡ് തന്നെ അവിടെ അപ്ലൈ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റു ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, അവിടെയും ജോയിൻ ചെയ്തോളൂ. മൈ നെയിം ഈസ് വിഷ്ണുജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.